കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. വിപണിയിൽ ജാതിക്ക കുറഞ്ഞതോടെ 2 മാസത്തിനിടെ വില കുതിച്ചു കയറി. കിലോയ്ക്ക് 250 മുതൽ 260 രൂപയായിരുന്ന തൊണ്ടോട് കൂടിയ ജാതിക്ക വില നിലവിൽ 370 രൂപയിലെത്തി. നാണ്യവിളകളുടെ വിലത്തകർച്ചയ്ക്കിടയിൽ ജാതിക്കയുടെ വില വർദ്ധിച്ചത് കർഷകർക്ക് ആശ്വാസമാകുകയാണ്. വർഷങ്ങളായി നിരാശയിലായിരുന്ന കർഷകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ഹൈറേഞ്ചിലെ ഭൂരിഭാഗം കർഷകരുടെയും പ്രധാന വിള ജാതിയാണ്. ജാതിക്കായ്ക്ക് 370 രൂപയും പത്രിക്ക് 1900 രൂപയുമാണ് ഇപ്പോഴത്തെ വില. കാലാവസ്ഥയിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഇക്കുറി കൃഷിയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. കായ മൂപ്പെത്താതെ വെള്ളക്കായ് രൂപത്തിലാണുള്ളത്. ജാതി കൃഷിയുടെ പരിപാലനത്തിന്റെയും വളപ്രയോഗത്തിന്റെയും ചെലവ് നോക്കിയാൽ ന്യായമായ വില ലഭിച്ചാൽ മാത്രമേ കൃഷി ലാഭകരമാകുകയുള്ളൂ. കാലം തെറ്റിപ്പെയ്ത മഴയിൽ ജാതിക്കയ്ക്ക് ചീയൽ രോഗം ബാധിച്ചതും ഉൽപ്പാദനത്തിൽ ഇടിവുണ്ടാക്കി. എന്നാൽ വിളവ് കുറയുമ്പോഴും വിലയിൽ വർധനവുണ്ടായത് കർഷകർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേരളത്തിൽ കുറ്റിക്കുരുമുളക് കൃഷി വ്യാപിപ്പിക്കാൻ പദ്ധതിയിടുകയാണ് പാലോട് തോട്ടവിള ഗവേഷണ കേന്ദ്രം. കുരുമുളക് കൃഷി ചെയ്തിരുന്ന കർഷകർ മറ്റ് വിളകളിലേക്ക് തിരിഞ്ഞതോടെ എല്ലാ വീടുകളിലും കുരുമുളക് കൃഷി വ്യാപിപ്പിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഒരു കാലഘട്ടത്തിൽ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയിരുന്നത് കുരുമുളക് കൃഷിയായിരുന്നു. കാലാവസ്ഥയും മണ്ണിന്റെ സ്വഭാവവും മാറിയതോടെ കേരളത്തിലെ കുരുമുളക് കൃഷിയിലും മാറ്റം വന്നു. തോട്ടവിളകളിൽ നിന്ന് കുരുമുളക് കൃഷിയിലേക്ക് വൻതോതിൽ വ്യാപിച്ചു. വീട്ടുകാർക്ക് വേണ്ടുന്ന കുരുമുളക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ വീടുകൾ, ഫ്ളാറ്റ്, ഓഫീസുകൾ എന്നിവിടങ്ങളെല്ലാം ചട്ടികളിൽ വളർത്താവുന്ന കുറ്റിക്കുരുമുളക് അഥവാ പാലോട് 2 എന്ന ഒരിനം കുരുമുളകിനെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പാലോട് തോട്ടവിള ഗവേഷണ കേന്ദ്രം. ഉൽപാദനശേഷിയിൽ ഹെക്ടറിൽ ശരാശരി 2475 കിലോ മുതൽ പരമാവധി 4731 കിലോ വരെ ഉണക്കക്കുരുമുളക് ലഭിക്കാവുന്ന ഇനമാണിത്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം പുറത്തിറക്കിയ ഏക കുരുമുളക് ഇനമാണ് പാലോട് 2. ഓവേറ്റ് ആകൃതിയിലുള്ള ഇലകളും 8 സെന്റിമീറ്റർ ലഭിക്കുന്ന തിരിനീളവും അതിൽ തന്നെ 94.1% ദ്വിലിംഗ പുഷ്പങ്ങളും ശരാശരി ഒരു വള്ളിയിൽ നിന്നും 4.97 കിലോഗ്രാം പച്ചമുളകും ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. നാളികേരത്തിന് മതിയായ വില ലഭിക്കാതെ വന്നതോടെ കർഷകർ കരിക്ക് വിൽപ്പനയിലേക്ക് തിരിയുന്നു. കടകളിൽ 60 രൂപയ്ക്കാണ് കരിക്ക് വിൽക്കുന്നത്. എന്നാൽ കർഷകന് 25 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. നാളികേരത്തിന് വില ലഭിക്കാതെ വന്നതോടെയാണ് കർഷകർ കരിക്ക് വിൽപ്പനയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. കടകളിൽ ഒരു കരിക്കിന് 60 രൂപയ്ക്കാണ് വിൽക്കുന്നത്. എന്നാൽ കർഷകന് 25 രൂപ മാത്രമാണ് ലഭിക്കുന്നത്. 100 കരിക്ക് തെങ്ങിൽ കയറിയിടുന്നതിന് 600 രൂപയും അത് കെട്ടി താഴെയിറക്കാൻ 300 രൂപയും കൂലി നൽകണം. കരിക്ക് ഓട്ടോയിൽ കയറ്റി കടകളിലെത്തിച്ച് 50 രൂപയ്ക്ക് വിൽപ്പനക്കാർക്ക് നൽകും. ഒരു കരിക്കിന് 10 രൂപയാണ് ലാഭമായി കച്ചവടക്കാർക്ക് ലഭിക്കുന്നത്. കരിക്ക് വിൽപ്പന കൂടുന്നത് നാളികേരത്തിന്റെ ഉൽപ്പാദനത്തെ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. നിലവിൽ വിൽപ്പനയ്ക്കെത്തുന്നത് പാലക്കാടൻ എന്ന് വിൽപ്പേരുള്ള തമിഴ്നാട്ടിലുള്ള കരിക്കുകളാണ്. നാടൻ കരിക്കുകൾ ഇപ്പോൾ ലഭ്യമല്ലെന്ന് കച്ചവടക്കാർ പറയുന്നു. മൊത്തവിൽപ്പന ഏജന്റുമാരാണ് കരിക്ക് വിപണിയിൽ എത്തിക്കുന്നത്. ഇവരിൽ നിന്ന് 40 മുതൽ 45 രൂപ വരെ വിലയ്ക്ക് ലഭിക്കുന്ന കരിക്ക് കടകളിൽ 55 രൂപ മുതൽ 60 രൂപ വരെ ഈടാക്കിയാണ് വിൽക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.